ഹലോ ഹലോ അപ്പോൾ രഞ്ജു മാളുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷനും ലൈവ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ വന്നത് എന്തുവാണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാട്ടോ. കാരണം ഇപ്പം എൻ്റെ മോൾക്ക് തുണ്ണിക്കുവാണ്. എനിക്കും രഞ്ജുവിനൊക്കെ പനിയും ഒക്കെയാണ്. അപ്പോൾ തുണിയൊക്കെ വന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. കാരണം ഇവിടെ ചുറ്റുവട്ടത്ത് ആർക്കും ഇല്ല. അപ്പോൾ സ്കൂളിൽ ചിലപ്പം മാറിയെന്ന് വെച്ച് വന്നിട്ടുണ്ടാവും കുട്ടികൾ, ചിലപ്പോൾ അറിയാണ്ട് അവർക്കും വന്നിട്ടുണ്ടാവും, ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ വന്നപ്പം തുണിക്കും ആയി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം അത്യാവശ്യം നല്ലൊരു നീര്, കൂടുതലായിട്ടും ലെഫ്റ്റ് സൈഡിലാണ് ഭയങ്കരമായിട്ട് നീര് വന്നത്. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. MMR എന്ന് പറഞ്ഞിട്ട് ഒരു വാക്സിൻ ഉണ്ട്. അതൊരു ഇപ്പൊ പലർക്കും പറയുന്നുണ്ടാവും കേട്ടോ. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്നുകൊണ്ടാണ് പറയണത്. അതൊരു 9ാമത്തെ മാസത്തിലും 15ാമത്തെ മാസത്തിലുമാണ് നമ്മൾ ആ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മളെന്താ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ബുക്കൊക്കെ ഒരു ഇതായിട്ടോ. അപ്പം ഇങ്ങനൊരു ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കിൽ നമ്മളെടുക്കുന്ന ഓരോ വാക്സിനും അവർ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. അപ്പം അതിൽ നമ്മൾ 9ാമത്തെ മാസവും 15ാമത്തെ മാസവും എടുത്ത് നോക്കുക. അതിൽ മിക്കവാറും MR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനാവും നമുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ MMR ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഹെൽത്ത് സെൻ്ററുകളിലായിരിക്കും കൂടുതലും എല്ലാവരും പോയിട്ടുണ്ടാവുക വാക്സിൻ എടുക്കാൻ. അപ്പോൾ ഹെൽത്ത് സെൻ്ററുകളിലൊന്നും അതില്ല എന്നാണ് പറയുന്നത്. വാക്സിൻ ചെയ്യുന്നില്ല അത്ര. ഒരു 25 വർഷത്തിന് ശേഷമൊന്നും ഇപ്പോൾ വർഷങ്ങളായിട്ടൊന്നും ഇല്ല. അതിന് മുന്നേ ആയിരുന്നു ചെയ്തായിരുന്നത്. അപ്പം അത് എല്ലായിടത്തും അങ്ങനെയാണെന്നാണ് അറിഞ്ഞത്. പക്ഷെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ബുക്ക് എടുത്തൊന്ന് നോക്കുക. ബുക്ക് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഏത് ഹെൽത്ത് സെൻ്ററിലാണ് വാക്സിൻ എടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇനി എല്ലാ കുട്ടികൾക്കും ഈ മുണ്ടിനീരും അല്ലെങ്കിൽ തൊണ്ണി വീക്കം എന്നൊക്കെ പറയുന്ന അസുഖം എല്ലാവരിലും വരും. കാരണം അതിനെതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനാണ് അത് പക്ഷെ കിട്ടാണ്ട് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ വർഷം ഒരുപാട് കുട്ടികൾക്കുണ്ട്. മോളുടെ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾക്കുണ്ട് എന്നൊക്കെ അവിടെ മിസ് പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പം അത് ഡോക്ടർ, ഒരു പീഡിയാട്രീഷ്യനെ കണ്ടിട്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് ഈ വാക്സിൻ എല്ലായിടത്തും. അപ്പോൾ ഒരു 650 രൂപയ്ക്കാണ് ഞാൻ ചോദിച്ചെടുത്തുള്ളത് കേട്ടോ. ഞാൻ പോയി ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ പനിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മാറിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ വല്ല ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് അത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത വർഷവും വരിക, എപ്പോഴെപ്പോഴും വരണതും നമ്മുടെ ശരീരത്തിന് പൊട്ടയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. കാരണം അവർ മറ്റേ പാൻക്രിയാസിൻ്റെ ഒരു ടെസ്റ്റ് അയക്കും. മിക്ക ഡോക്ടേഴ്സും ചെയ്യുന്നു തോന്നുന്നു. അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക. കാരണം ഇവൾക്ക് ചെയ്തു അമിലേസും ലിപ്പീസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടെസ്റ്റാണ്. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വരുമ്പം ഏതൊക്കെ അവയവത്തിനെ ബാധിക്കുന്നു നമുക്കറിയില്ലല്ലോ. അപ്പം എനിക്കപ്പോൾ അത് കിട്ടിയ എൻ്റെ ഒരു അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. കാരണം ഞാൻ ഈ ഫീൽഡിൽ അത്ര അറിയുന്ന ആളല്ല. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവും. അപ്പം അറിയാത്ത എന്നെ പോലത്തെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം. ഞാനിത് ഹെൽത്തിൽ നിന്ന് ആശാ വർക്കർ വരുന്നു, വാക്സിൻ എടുക്കേണ്ട സമയമാവുന്നു, ഞാൻ മോളെ കൊണ്ടുപോകുന്നു, വാക്സിൻ എടുക്കുന്നു, തിരിച്ചു വരുന്നു. അല്ലാണ്ട് ഇതിൽ എന്താ എഴുതിക്കണേന്നോ എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് എന്തിനുള്ളതാണെന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് അങ്ങനെ അറിയാത്ത ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണമെന്നില്ലല്ലോ, എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അനുഭവത്തിലുണ്ടെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്തോളൂ. അപ്പം ഈ ഒരു വാക്സിൻ എന്തായാലും എടുത്തോളൂ. അടുത്ത വർഷം തൊട്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ശ്രമിച്ചോളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ MMRൻ്റെ കാര്യം ആരും വിട്ട് കളയരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുട്ടികളുടെ കാര്യമാണ്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചോളൂ. അപ്പം എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ബൈ.